എന്നിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് ഇളക്കി താഴെ വെച്ച് നോക്കാം. നിന്റെ ഉപ്പുമാവും ഈ ഉപ്പുമാവും തമ്മിൽ വ്യത്യാസമുണ്ടോ? അവള് ഞാൻ ഉണ്ടാക്കി കൊടുത്തത് കഴിച്ചിട്ട് അവള് പറഞ്ഞു അസലായിട്ടുണ്ട്. പക്ഷെ ഞാനിത് ഉണ്ടാക്കില്ല. അസലായിട്ടുണ്ട്, ഞാനിത് ഉണ്ടാക്കി. എന്താ കാരണം? എനിക്ക് ആ വറുത്ത് ഇങ്ങനെ അതിന്റെ ചുറ്റും ഇരിക്കാനേ പറ്റുള്ളൂ. അത് ഞാൻ മാറാൻ തയ്യാറില്ല. ഞാൻ അങ്ങനെ ഉണ്ടാക്കുള്ളൂ. അപ്പൊ നമ്മളൊരു കാര്യം ചെയ്യാം, കുറച്ച് കപ്പലണ്ടി അതിലിടാം. കപ്പലണ്ടി ഒന്നും അതിലിടില്ല. കപ്പലണ്ടി ഉപ്പാവിലിടുന്നത് നിങ്ങൾക്ക് തലയ്ക്ക് സുഖമില്ല. കപ്പലണ്ടി ഇട്ടാൽ എന്താ? ഒന്ന് ആലോചിച്ച് നോക്കും. പറ്റിയില്ലെങ്കിൽ അടുത്ത പ്രാവശ്യം ഇടണ്ട. ഈ ഉപ്പാവ് മഞ്ഞ കളർ ഉണ്ടെങ്കിൽ എങ്ങനെ? മഞ്ഞ കളർ ഉണ്ടെങ്കിൽ എന്താ ഉപ്പാവിന്? ഉപ്പാവ് വെളുത്ത ISI മുദ്ര വല്ലതും ഉണ്ടോ അതിനകത്ത്? വെളുത്തതേ പാടുള്ളൂ. അപ്പൊ നമ്മള് ഏത് വ്യക്തിയെയും നോക്കിക്കോളാം. പരിപ്പ് 4 കിലോ ഇടണ്ട, 3 കിലോവേ ഇട്ടിട്ടുള്ളൂ എന്ന് എന്നോട് ഇവര് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഈ 3 കിലോ പരിപ്പിട്ട സാമ്പാർ ഇങ്ങനെ വെറും പച്ചവെള്ളം മാതിരി ഉണ്ടല്ലോ സാറേ. പരിപ്പിടുങ്കിൽ പിന്നെ എങ്ങനെയാ തിക്നെസ് ആവുന്നത്? അതിലിടുന്ന മത്തങ്ങ ഒന്ന് അരച്ചിട്ട് നോക്കൂ, എന്ത് തിക്കാവും. വേവിച്ച മത്തങ്ങ, പരിപ്പ് ഇറക്കുന്നതിന് പകരം വേവിച്ച മത്തങ്ങ ഒന്ന് അരച്ചിട്ട് സാമ്പാർ ഉണ്ടാക്കി നോക്കാം. പരിപ്പ് 3 കിലോ മതി. അത് ഇന്ന് ഞാൻ അവിടെ പോയപ്പോ സാമ്പാർ നല്ല തിക്കായിട്ടുണ്ട്. എന്താ കാരണം? 4 കിലോ പരിപ്പിന് പകരം 2 കിലോ പരിപ്പേ ഇട്ടിട്ടുള്ളൂ, 1/2 കിലോ മത്തങ്ങ അരച്ചിട്ടിട്ടുണ്ട്. അപ്പൊ ഇത് പറ്റി സാമ്പാർ നല്ല തിക്കായി എന്നുള്ളതിന്റെ അർത്ഥം മനസ്സിലായില്ല? വെറും വെള്ളമാരിയല്ല. അപ്പൊ നമ്മളിങ്ങനെ പരിപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കാം, ഹനുമാൻ നാമം ജപിക്കണമായിരുന്നു. അതിൽ നിന്ന് മാറി ഒന്ന് ചിന്തിക്കാൻ നമ്മൾ ശ്രമിക്കണം. ഇന്ന് ഞാൻ അവിടെ ഗുരുവായൂർ അമ്പലത്തിൽ ഇങ്ങനെ പ്രഭാഷണം നടത്തുമ്പോൾ ആർജിത കർമ്മബലം, പ്രാരബ്ധ കർമ്മബലം, സഞ്ചിത കർമ്മബലം ഒക്കെ പറഞ്ഞ് വിവരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മൾ ഈ ചിന്താവിഷ്ടയായ ശ്യാമളയിലെ ശ്രീനിവാസനെ പോലെ ഒന്നും ആവരുത്. അപ്പൊ അവർക്കൊക്കെ അത്ഭുതം. ഗുരുവായൂർ ഏകാദശിക്കും ഗോപാലക്ഷൻ ചിന്താവിഷ്ടയായ ശ്യാമളയുടെ കഥയൊക്കെയാ പറയുന്നത്. എന്താ അവസ്ഥ! അതായത് അന്ന് വരെ ശബരിമലയിൽ പോകാത്തവർ ഒരിക്കൽ ശബരിമലയിൽ പോയി. അച്ഛനായിട്ടുള്ള തിലകന്റെ നിർദ്ദേശപ്രകാരം ശ്രീനിവാസം പോയി. തിരിച്ചു വന്നപ്പോഴത്തേക്കും അയാൾക്ക് എന്തോ തോന്നി, 1 ഏക്കർ ഭസ്മം തലയിൽ ഭസ്മം, പിന്നെ ഒരു 2 ഇഞ്ച് ഡയമീറ്റർ ഉള്ള കുങ്കുമപ്പോട്ട് ഒഴിവാൻ. പിന്നെ അയാൾ ഭക്തിയായി, കറുത്ത വസ്ത്രം, ഉപാസന, എന്തൊക്കെയായി. അതായത് യഥാർത്ഥത്തില് ചിലര് മാറുമ്പോ അസാധാരണമാം വിധം നെഗറ്റീവിലേക്ക് മാറുന്നു. അതുകൊണ്ട് ആത്മീയത പോലും നമുക്ക് രോഗവും വഴിപാടുകൾ രോഗലക്ഷണങ്ങളുമാവുകയാണ്. ഇപ്പോൾ ആത്മീയത രോഗവും വഴിപാടുകൾ രോഗലക്ഷണങ്ങളുമാണ്. എന്താണ്? കുത്തനെ ഒരു മാറ്റം മാറുക. അപ്പൊ ചിന്തിക്കുന്നു പോലും ഇല്ല. പക്ഷേ അങ്ങനെയുള്ള മാറ്റമല്ല ഞാൻ പറഞ്ഞു. ഏത് കേട്ടാലും ലിസണിങ്, അനലൈസിങ് ആൻഡ് അസിമിലേറ്റിംഗ്, വാച്ചിങ്, അനലൈസിങ് ആൻഡ് അസിമിലേറ്റിംഗ്, ഡിസ്കസിങ്, അനലൈസിങ് ആൻഡ് അസിമിലേറ്റിംഗ്, തിങ്കിങ്, അനലൈസിങ് ആൻഡ് അസിമിലേറ്റിംഗ്. അപ്പൊ നമ്മളുടെ പരിധിയിലുള്ള സ്ഥാപനങ്ങളിൽ എന്തെല്ലാം കാര്യങ്ങൾ കേൾക്കാനും അത് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാനുമുള്ള ഒരു മനസ്സ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ സ്ഥാപനം വളരുള്ളൂ. അല്ലാതെ നമ്മൾ ഒരു കാരണവശാലും പെസിമിസ്റ്റിക് വ്യൂ ഉണ്ടാവരുത്. അയ്യോ അതൊക്കെ നമുക്ക് നടക്കണ കാര്യമാണോ? ഇന്നൊരു വലിയ ഗുണമുള്ളത് എന്താ അറിയോ? നിങ്ങൾക്ക് ഒരാളുടെ അടുത്ത് നിന്ന് സഹായം വേണമെങ്കിൽ നിങ്ങൾ ഒരു 5-6 വ്യക്തികളുമായിട്ട് അവിടെ ചെന്നിറങ്ങി അദ്ദേഹത്തിനെ കണ്ട് നോട്ടീസൊക്കെ കൊടുത്ത് ഞങ്ങൾക്ക് ഇങ്ങനെ സഹായമൊക്കെ ചെയ്തു തരണം എന്ന് പറയണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. വളരെ സിമ്പിളാണ്. അദ്ദേഹത്തിന്റെ മൊബൈൽ ഫോൺ ഒന്ന് എടുക്കുക. സാർ വിളിക്കുന്നത് XYZ ആണ്, ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രോജക്റ്റ് ഉണ്ട്, സാറിൻ്റെ ഒരു സപ്പോർട്ട് കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്. മൊത്തം ചെലവ് 10,000 രൂപയാണ്. സാറിൻ്റെ ഒരു ചെറിയ സപ്പോർട്ട് കിട്ടിയാൽ സന്തോഷമായിരിക്കും. ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട. ഒന്ന് പറഞ്ഞു നോക്കൂ. 2 മിനിറ്റിന്റെ ചെലവേ ഉള്ളൂ. 90% കേരളീയരും സാറ് അദ്ദേഹത്തിന്റെ അടുത്തുനിന്ന് ഒരു 5,000 രൂപ കിട്ടിയാൽ കൊള്ളാം. അദ്ദേഹം പറയും 5,000 തരാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്, ഞാനൊരു 2,000 തരാം. ഒരു 1.5 മിനിറ്റ് ടെലിഫോൺ കോൾ കൊണ്ട് നമുക്ക് 2,000 രൂപ കിട്ടി. ഒരു 10 പേരെ വിളിച്ച് നോക്കാം. എന്നിട്ട് ആ വ്യക്തിയെ ഓർമ്മിക്കണം. സാറ് പറഞ്ഞതുപോലെ ആ വ്യക്തി ഇതിനു മുമ്പ് തന്നിരിക്കുന്ന സഹായങ്ങള് മറക്കാതെ, സാറ് 2 വർഷം മുമ്പ് ഈ സ്ഥാപനത്തിന് ഇന്ന സഹായം ചെയ്തിട്ടുണ്ട്, സാറിനെ ഫ്രീക്വന്റ്ലി ബുദ്ധിമുട്ടിക്കണമെന്നില്ല, അതുകൊണ്ടാണ് ഇത്രയും കാലം വിളിക്കാത്തത്,
ഇന്ന് സാറിനോട് ഒരു അപേക്ഷ നടത്താനുണ്ട്. കുട്ടികൾക്ക് സ്കൂളിലേക്ക് പോകാൻ ഒരു വണ്ടി വാങ്ങിച്ചാൽ കൊള്ളാമെന്നുണ്ട്. സെക്കൻഡ് ഹാൻഡ് വണ്ടിക്ക് 1,20,000 ഏതാണ്ട് 10-30,000 രൂപ കളക്ഷൻ ആയിട്ടുണ്ട്. സാറിൻ്റെ അടുത്തുനിന്ന് ഒരു ചെറിയ സംഭാവന കിട്ടുകയാണെങ്കിൽ നന്നായി. ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട. പണ്ടത്തെ മാതിരി അല്ല ഇന്നത്തെ ലോകം. നിങ്ങൾ വിളിച്ചു പറഞ്ഞോളും തരാൻ തയ്യാറുണ്ട്. പക്ഷേ നമ്മുടെ സ്ഥാപനത്തില് സത്യം, ധർമ്മം, നീതി, ന്യായം അക്ഷരാർത്ഥത്തിൽ നിലനിർത്തുന്ന സ്ഥാപനമാവണം. അതിനകത്ത് ധാർമ്മിക മൂല്യങ്ങളില്ലെങ്കിൽ അത് പുറത്തുള്ളവർക്ക് മനസ്സിലാക്കാൻ ഒരു വിഷമവും ഇല്ല. ഞാൻ ചിലപ്പോൾ പറയാറുണ്ട്, സെന്റ് ആൽബർട്ട്സ് കോളേജിൽ ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ ഞങ്ങൾക്ക് ജോർജ് ഓർവെൽ എന്ന് പറയുന്ന പ്രഗത്ഭനായ ചിന്തകന്റെ പുസ്തകം ഞങ്ങൾക്ക് പഠിക്കാനുണ്ട്. അത് ക്ലാസ് എടുക്കുന്നത് ജോൺ ചക്കാലക്കൽ എന്ന പ്രൊഫസറാണ്. ആ പ്രൊഫസർ ക്ലാസ്സിലേക്ക് വന്ന് ക്ലാസ് എടുക്കാൻ തുടങ്ങിയാൽ 1.5-2 മണിക്കൂർ ഒരു വിദ്യാർത്ഥി മാനങ്ങില്ല. അത്ര ശ്രദ്ധയോടുകൂടി ഇരിക്കും. ജോൺ ചക്കാലക്കൽ സാറ് വലുതായിട്ട് ചിരിക്കാറുമില്ല, വലുതായിട്ട് തമാശ പറയാറുമില്ല. പദാനുപദം അറിവിന്റെ മൂർത്തിമത്ഭാവമായ അദ്ദേഹം ക്ലാസ് എടുക്കും. അത് കഴിഞ്ഞുള്ള ക്ലാസ് ബർണാഡ് ഷാ എഴുതിയ കഥയാണ്, ഡോക്ടേഴ്സ് ഡയലമ. അതെടുക്കുന്നത് ജനാർദ്ദനൻ നായർ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം ക്ലാസ്സിൽ വന്ന് അമേരിക്കക്കാരൻ്റെ ആക്സെന്റില് പ്രത്യേക രീതിയിൽ ക്ലാസ് എടുക്കാൻ തുടങ്ങി. അത് ആർക്കും ഇഷ്ടമല്ല. അമേരിക്കക്കാരൻ്റെ ആക്സെന്റ് ആയിരിക്കും ശരിക്കും ലോകം അംഗീകരിച്ചത്, അത് വേറെ പ്രശ്നം. പക്ഷെ അദ്ദേഹത്തിന്റെ ആക്ടിങ് ഇഷ്ടമല്ല. ഒരു ദിവസം അദ്ദേഹം ക്ലാസ്സിൽ വരുമ്പോൾ, ജനാർദ്ദനൻ നായർ ക്ലാസ്സിൽ വരുമ്പോൾ ആരോ മേശപ്പുറത്ത് ഒരു പഴംപൊരി വെച്ചിരുന്നു. പഴംപൊരി എന്നല്ലേ ഇവിടെ പറയാ, ഏത്തപ്പഴം പീസാക്കിയിട്ട് വറുത്തു, അത് കൊണ്ടിട്ട് ടേബിളിൽ വെച്ചിരുന്നു. അദ്ദേഹം വന്ന ഉടനെ തന്നെ നോക്കിയിട്ട്, ഹൂ ഹാസ് പുട്ട് ദിസ് പഴംപൊരി ഇൻ മൈ ടേബിൾ. അന്ന് മുതൽക്ക് അദ്ദേഹത്തിന്റെ പേര് ജനാർദ്ദനൻ നായർ എന്നല്ല. ഞാൻ പറഞ്ഞത് മനസ്സിലായി? കാരണം നമ്മൾ ഇല്ലാത്ത ഇഷ്യൂ ഉണ്ടാക്കിയിട്ടാണ് ഈ പേര് മാറ്റിയത്. അവിടെ പഴംപൊരി ഇരുന്നോട്ട് ഇദ്ദേഹത്തിന് എന്താ, അത് ആരെങ്കിലും വെച്ചിട്ടുണ്ടാവും, വെച്ചോ ഇല്ലയോ എന്നുള്ളതൊന്നും അന്വേഷിക്കേണ്ട ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കരുത്. അത് ഇഗ്നോർ ചെയ്യാം. ഞാൻ ഇത് പറഞ്ഞത്, നമ്മൾ ചില സ്ഥലത്ത് പോകുമ്പോൾ ചിലർ ചില കമന്റ് പറഞ്ഞു എന്ന് വരും, ചിലർ എതിർത്തു എന്ന് വരും, ചിലർ ക്വസ്റ്റ്യൻ ചെയ്തു എന്ന് വരും. അതിന് ക്ഷമയോടുകൂടി ഉത്തരം പറയാൻ സാധിച്ചാൽ യഥാർത്ഥത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ എത്രയോ സപ്പോർട്ടിംഗ് ആയിട്ട് കിട്ടും. ശരിക്കും എൻ്റെ ജീവിതാനുഭവത്തിൽ ഞാൻ നിങ്ങളോട് പറയാം, സോഷ്യൽ വർക്ക് എന്ന് പറയുന്നത് സത്യം, ധർമ്മം, നീതി, ന്യായത്തോടു കൂടി ചെയ്യുകയാണെങ്കിൽ ഇത്രയും നന്മ നിറഞ്ഞ ഒരു കർമ്മമണ്ഡലം ലോകത്തിലില്ല. ഗുരുവായൂർ അമ്പലത്തിലെ പൂജാരിയാവുന്നതിനേക്കാളും ശബരിമല ക്ഷേത്രത്തിലെ തന്ത്രിയാവുന്നതിനേക്കാളും ഈ അമ്പലങ്ങളിലൊക്കെ ഓരോ വർഷവും 20-25 പ്രാവശ്യം തൊഴാൻ പോകുന്നതിനേക്കാളും എല്ലാം സംതൃപ്തിയും ചാരിതാർത്ഥ്യവും കിട്ടുന്ന കർമ്മമണ്ഡലമാണ് ഈ സോഷ്യൽ വർക്ക്. പക്ഷെ ഒന്നുണ്ട്, ഒരിക്കൽ സത്യം, ധർമ്മം, നീതി, ന്യായം തെറ്റിപ്പോയാൽ പിന്നെ ആ മനുഷ്യനെ മറ്റുള്ളവർ വിശ്വസിക്കില്ല. അതുകൊണ്ട് ധർമ്മബോധത്തോടെ ഞാൻ ചിലപ്പോൾ പറയാറുണ്ട്, ആക്ട് ദ ഡ്രാമ ഓഫ് ലൈഫ് വിത്ത് ധർമ്മ. ആക്ട് ദ ഡ്രാമ ഓഫ് ലൈഫ് വിത്ത് ധർമ്മ. ആ ധാർമ്മിക മൂല്യങ്ങളോടുകൂടി നമുക്ക് ജീവിക്കാനും മറ്റുള്ളവരെ ജീവിപ്പിക്കാനും അനുവദിച്ചാൽ നമ്മളുടെ കർമ്മമണ്ഡലത്തിൽ മാറ്റം ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ എല്ലാവരോടും പറഞ്ഞു, ഇന്നലെ പറഞ്ഞതും ഇന്നലെ ചെയ്തതും ഓർത്ത് ഇന്ന് ദുഃഖിക്കേണ്ടി വരരുത്. ഇന്ന് പറഞ്ഞതും ഇന്ന് ചെയ്തതും ഓർത്ത് നാളെ ദുഃഖിക്കേണ്ടി വരരുത് എന്നുള്ളതുപോലെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്നലെ ചെയ്യേണ്ടത് ഇന്നലെ ചെയ്യാതിരുന്നതും ഇന്നലെ പറയേണ്ടത് ഇന്നലെ പറയാതിരുന്നതും ഓർത്ത് ഇന്ന് ദുഃഖിക്കേണ്ടി വരും. ഇതിൻ്റെ അർത്ഥം മനസ്സിലായോ? ഇന്നലെ ചെയ്യേണ്ടതായിരുന്നു അത് ചെയ്തില്ല. അതിന്റെ പരിണതഫലം അന്ന് അപ്പുറത്തുള്ള ഭൂമിക്ക് 5000 രൂപയേ ഉണ്ടായിരുന്നുള്ളൂ, അന്ന് വാങ്ങിക്കണമെന്ന് പലരും പറഞ്ഞതാ. അന്ന് വേണ്ട എന്ന് ഞാൻ പറഞ്ഞു. ഇപ്പൊ ആ ലാൻഡിൽ 4 ലക്ഷം രൂപയുണ്ട്. നമ്മളെ പറയാറില്ലേ? അപ്പൊ ഇന്നലെ ചെയ്യേണ്ടതോർത്ത് ചെയ്യേണ്ടിയിരുന്നതോർത്ത് ഇന്ന് ദുഃഖിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? ഡിസിഷനിൽ പ്രിസിഷൻ ഇല്ലാത്തത് കൊണ്ടാണ്. ഡിസിഷനില് പ്രസിഷൻ ഇല്ലാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ കേൾക്കുക, കാണുക, ചർച്ച ചെയ്യുക, ചിന്തിക്കുക,
അതിനെ അനലൈസ് ചെയ്യുക, അതിൽ നിന്ന് പ്ലാൻ ചെയ്യുക, അതിൽ നിന്ന് ഡിസൈഡ് ചെയ്യുക, അതിൽ നിന്ന് ഇംപ്ലിമെന്റേഷൻ ചെയ്യും. ഇതിന് കുറച്ച് സമയമേ പാടുള്ളൂ. അങ്ങനെ നമ്മൾ ചിന്തിച്ചാൽ, യഥാർത്ഥത്തിൽ ഞാൻ ഉപദേശിച്ചതല്ല, ഞാൻ ഉപദേശിക്കുന്നത് ശരിയല്ലെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ എൻ്റെ അനുഭവങ്ങൾ പറയുകയാണെങ്കിൽ, എൻ്റെ ഞാൻ ഉദ്ദേശിച്ചത് ഞങ്ങളുടെ അനുഭവങ്ങൾ പറയുകയാണെങ്കിൽ, നമുക്ക് അനാഥരായവരെ സഹായിക്കാൻ, അതേപോലെ തന്നെ അർഹിച്ചവരെ, വൃദ്ധരെ സഹായിക്കാൻ, വനവാസികളെ സഹായിക്കാൻ, ഇതിനെല്ലാത്തിനും ഇന്ന് നമുക്ക് 3, 4, 5 രൂപയുടെ ചെലവേ ഉള്ളൂ ഒരു മൊബൈൽ ഫോൺ കയ്യിലുണ്ടെങ്കിൽ. ചിലപ്പോ ഞങ്ങൾ വേറൊന്നും കൂടി ചെയ്യാറുണ്ട്. ഒരു നല്ലൊരു വ്യക്തിക്ക് മിസ്ഡ് കോൾ കൊടുക്കാം. ആ മിസ്ഡ് കോൾ കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം തിരിച്ചു വിളിക്കും. തിരിച്ചു വിളിക്കുമ്പോൾ സാറ് തിരക്കിലാണോ എന്ന് ഉറപ്പില്ലാത്തത് കൊണ്ടാണ് മിസ്ഡ് കോൾ കൊടുത്തത്. അർത്ഥം മനസ്സിലായി? അപ്പൊ പിന്നെ തിരക്കിലാണെങ്കിൽ അങ്ങനെ അത് എടുക്കില്ല. അപ്പൊ അദ്ദേഹത്തിന് നെർവസ് ആക്കണ്ട. എപ്പോഴാണോ അദ്ദേഹത്തിന് സമയം കിട്ടുന്നത് അദ്ദേഹത്തിന് മിസ്ഡ് കോളിൽ നിന്ന് തിരിച്ചു വിളിക്കാം. തിരിച്ചു വിളിച്ചതിന് ശേഷം സാറിന് ഒരു ചെറിയ പോയിന്റ് അവതരിപ്പിക്കാനുണ്ട്, ഇപ്പൊ സമയം ഉണ്ടാവോ? എന്ത് എളുപ്പാന്നറിയാം. ഇപ്പൊ ശരിക്കും പറയാറ് വാങ്മേ മധുമത്തമാ, വാക്കില് തേനിന്റെ മധുരം ഉണ്ടാവണം. വാങ്മേ മനസി പ്രതിഷ്ഠിത മനോമേ വാചി പ്രതിഷ്ഠിതം ആവിരാവിർമായേതി വേദസ്യമ ആനീസ്തഃ ശ്രുതം മേ മാ പ്രഹാസീരനേന അഹോരാത്രാൻ സന്തദാമി. വാക്കുപയോഗിക്കുന്നത് മനസ്സിൽ എന്താണോ ഉള്ളത് അതിന്റെ റിഫ്ലക്ഷൻ ആയിട്ടാണ്. ആ വാക്കും മനസ്സും പരസ്പരം കോംപ്ലിമെന്ററി ആയിരിക്കണം. മനസ്സിൽ എന്താണോ ഉള്ളത് അത് വാക്കിലൂടെ വരുമ്പോൾ ആ വാക്ക് വേദസ്യമ ആനീസ്തഃ, അറിവിന്റെ റിഫ്ലക്ഷൻ ആയിട്ടുള്ള വാക്കുകളെ പുറത്തേക്ക് വരാവൂ. ആ വാക്കിൽ അറിവേ ഉണ്ടാകാവൂ. 3 തരത്തിൽ അർത്ഥമുണ്ട് വാക്കുകൾക്ക്: വാച്യാർത്ഥം, വ്യംഗ്യാർത്ഥം, ലക്ഷ്യാർത്ഥം. വാചകത്തിന്റെ വാച്യാർത്ഥം, അതിന് ഹിഡൻ ആയിട്ടുള്ള അർത്ഥം വ്യംഗ്യാർത്ഥം. ആ വാചകം കൊണ്ട് ഉദ്ദേശിച്ചത് എന്തോ അത് ലക്ഷ്യാർത്ഥം. അപ്പൊ സംസാരിക്കുന്ന വ്യക്തി, നമ്മുടെ സ്ഥാപനത്തെ വളർത്താൻ ആഗ്രഹിക്കുന്ന വ്യക്തി, ആ മുഖത്ത് ഒരു ചിരിയോടുകൂടി ലോകത്തിൽ ആരെ സിമ്പിൾ വാക്കുകളോടുകൂടി ബന്ധപ്പെട്ട് നമുക്ക് ആ അറിവിനെ നന്മയിലേക്ക് കൊണ്ടുപോകാൻ സാധിച്ചാൽ, ഞാൻ ഈ പ്രവർത്തകരോട് ഞങ്ങളുടെ എല്ലാം അനുഭവത്തിന്റെ പുറത്ത് വ്യക്തമായിട്ട് പറയുന്നു, അസാധാരണമാം വിധം വളരാനുള്ള അവസ്ഥയുണ്ട്. കോഴിക്കോട് ചിദാനന്ദപുരി സ്വാമിയുണ്ട്. ചിദാനന്ദപുരി നല്ലൊരു ആശ്രമമൊക്കെ കിട്ടാണ്. പെട്ടെന്നാണ് അറിഞ്ഞത് അദ്ദേഹത്തിന്റെ ആശ്രമത്തിന്റെ തൊട്ടപ്പുറത്ത് NDF-കാര്, ഞാനൊരു മതത്തെ ബേസ് ചെയ്ത് പറഞ്ഞല്ല, കുറച്ച് തീവ്രവാദികള് കുറച്ച് സ്ഥലമൊക്കെ മേടിക്കാനായിട്ട് പോകുന്നുണ്ട്. അവർ ഏത് എമൗണ്ട് കൊടുത്തും ആ സ്ഥലം വാങ്ങിക്കാൻ തയ്യാറാണ്. ഇപ്പൊ ചിദാനന്ദപുരിയെ പരിചയമുള്ള ഒരാൾ എന്നെ ഫോൺ വിളിച്ച് പറഞ്ഞു, സാറേ, ചിദാനന്ദപുരി സ്വാമിക്ക് ആകെ ടെൻഷനാ. തൊട്ടപ്പുറത്ത് കുറച്ച് ടെററിസ്റ്റുകള് എന്ന് പറയും തോന്നുന്നവര് താവളം അടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ ലാൻഡ് അതിന്റെ ഉടമസ്ഥൻ കൊടുക്കാൻ തയ്യാറാണ്. അദ്ദേഹത്തിന് അത്യാവശ്യമായിട്ട് മകളുടെ കല്യാണത്തിന് കുറച്ച് പൈസ വേണം. അപ്പൊ അത് വാങ്ങിക്കാൻ വരുന്നത് NDF-കാരാണ്. അവർ എന്ത് എമൗണ്ടും കൊടുക്കാൻ തയ്യാറാണ്. അവരറിയിച്ചിട്ടുണ്ട്, നല്ലവരാരെങ്കിലും എടുക്കുകയാണെങ്കിൽ മിനിമം 20 ലക്ഷം രൂപയെങ്കിലും ആ ലാൻഡിന് വേണമെന്ന് അറിയിച്ചിട്ടുണ്ട്. സാറിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നോട് ചോദിച്ചു. ഞാൻ കുറെ നോക്കി, എനിക്ക് 1 ലക്ഷം ഇല്ല. ഞാൻ ആ